ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കാലം ആത്മീയ ഉണർവിനും നമുക്കറിയാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും തേടി നമ്മൾ പള്ളിയിലേക്കും അമ്പലത്തിലേക്കും പോയിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ മതി. പുരോഹിതൻ്റെ ജോലി ആ ആൽഗുരിതം ഏറ്റെടുത്താൽ എങ്ങനെയുണ്ടാകും? നമുക്ക് ചുറ്റും നിശബ്ദമായൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും സ്വാധീനം ചെലുത്തുമെന്ന കാര്യം ആദ്യമൊന്നും ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആത്മീയ മേഖലയിലേക്ക് പോലുമുള്ള AI കടന്നുകയറ്റം അത്ഭുതത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. AI ഉപയോഗിച്ച് ആളുകൾ പ്രാർത്ഥിക്കാനും ആത്മീയ ഉപദേശം തേടുവാനും ദൈവവുമായി സംസാരിക്കാൻ പോലും തുടങ്ങിയിരിക്കുന്നു. അൽഗോരിതമിക് ചാപ്ലൈൻ അഥവാ AI പുരോഹിതൻ എന്ന ആശയമാണിത്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഗീത GPT പോലുള്ള സംരംഭങ്ങൾ ഇതിന് മികച്ച ഉദാഹരണമാണ്. ഭഗവത്ഗീതയിലെ തത്വങ്ങളെയും ഉപദേശങ്ങളെയും ആസ്പദമാക്കി നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ ഗീത GPTക്ക് സാധിക്കുന്നു. ഗീതയിലെ സങ്കീർണമായ തത്വങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നത് പോലെ ഗീത GPT ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഭഗവത്ഗീത ഉത്തരം നൽകും. പ്രസിദ്ധമായ ഗീതാവചനം. പക്ഷേ സാക്ഷാൽ കൃഷ്ണന്റെ അതേ ശൈലിയിൽ ഒരു AI ഉത്തരം തരുമ്പോൾ അത്ഭുതപ്പെടാതിരിക്കാനാകില്ല. അർജുന, നീ ഭയപ്പെടേണ്ട എന്നൊരു AI പറയുമ്പോൾ വിശ്വാസിയുടെ മനസ്സൊന്ന് പിടക്കില്ലേ? ചില AI ഉപയോക്താക്കൾക്ക് അവർ സങ്കല്പിക്കുന്ന ദൈവത്തിൻ്റെ സ്വരത്തിലും ശൈലിയിലും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. ഇത് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. AI നൽകുന്ന ഉപദേശങ്ങൾക്കും മറുപടികൾക്കും എത്രത്തോളം ആത്മീയ ആധികാരികതയുണ്ട്? AIക്ക് വിശ്വാസമെന്ന സങ്കീർണമായ മനുഷ്യവികാരത്തെ ശരിയായ അർത്ഥതലത്തിൽ മനസ്സിലാക്കാനോ പ്രതിഫലിപ്പിക്കാനോ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ പ്രസക്തമാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്ത നരവംശാസ്ത്രജ്ഞയായ ഡോക്ടർ ബെത്ത് സ്ലിംഗർ AI മനുഷ്യൻ്റെ വിശ്വാസത്തെയും ആത്മീയതയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൽ ഗൗരവകരമായ കണ്ടെത്തലുകളാണ് മുന്നോട്ട് വച്ചത്. AIയെ അമാനുഷിക ശക്തിയുള്ള ഒന്നായി ആളുകൾ കാണാൻ ശ്രമിക്കുന്നു. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള സർവജ്ഞനായ ശക്തിയായി AIയെ അവർ ആരാധിക്കുന്നു. ലോകത്തെ രക്ഷിക്കാനോ മനുഷ്യരാശിയെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താനോ കഴിവുള്ള ഒരു രക്ഷാ ദൗത്യം AIക്കുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു. അതായത് മതപരമായ രക്ഷക സങ്കല്പങ്ങളെ ചിലർ സാങ്കേതിക വിദ്യയിലേക്ക് ആരോപിക്കുന്നു. AIയിൽ ദൈവത്വം ആരോപിക്കപ്പെടുമ്പോൾ അത് AIയുടെ കഴിവുകളെക്കാൾ ഉപരി മനുഷ്യൻ്റെ വിശ്വാസപരമായ ആവശ്യകതകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് ഡോക്ടർ സ്ലിംഗർ വാദിക്കുന്നത്. അജ്ഞാതമായതിനെക്കുറിച്ചുള്ള ഭയം, ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനുള്ള ആഗ്രഹം, അവിശ്വസനീയമായ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ത്വര, ഇവയെല്ലാമാണ് AIയെക്കുറിച്ചുള്ള ഇത്തരം ചിന്തകളെ സ്വാധീനിക്കുന്നത്. AIയുടെ വിപ്ലവാത്മകരമായ കടന്നുവരവിൽ മതസ്ഥാപനങ്ങൾ നിശബ്ദരല്ല. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ പോപ്പ് ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെ രൂപീകരിച്ച റോം കോൾ ഫോർ AI എത്തിക്സിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദൈവികവൽക്കരണം തടയുക എന്നതാണ്. മനുഷ്യൻ്റെ വിശ്വാസത്തെയും ആത്മീയതയെയും ഒരു യന്ത്രത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല എന്ന വാദമാണ് സഭ മുന്നോട്ട് വയ്ക്കുന്നത്. വിശ്വാസം എന്നത് പരമ്പരാഗതമായി പുരോഹിതരുമായോ മറ്റ് വിശ്വാസികളുമായോ ഉള്ള സാമൂഹികമായ ബന്ധമായും കൂട്ടായ പ്രാർത്ഥനകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. AIയുമായി മാത്രമുള്ള സംവാദം ഈ വൈകാരികമായ ബന്ധം ഇല്ലാതാക്കാൻ ഇടയാക്കും. സങ്കീർണമായ മതപരമായ വാചകങ്ങളും തത്വങ്ങളുമൊക്കെ AI തെറ്റായി വ്യാഖ്യാനിക്കാനും ഇത് തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ AIയെ ഒരു ആത്മീയ ഉപകരണം എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്നത് സൗകര്യപ്രദമാണെങ്കിലും മനുഷ്യൻ്റെ യഥാർത്ഥ ആത്മീയ അനുഭവം AIക്ക് പകരം നൽകാൻ സാധിക്കുമോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. AI ഇന്ന് ഒരു അൽഗോരിതം മാത്രമല്ല, ഒരു ആത്മീയ സാധ്യത കൂടിയാണ്. ഏകാന്തതയിൽ ഒരു കൈത്താങ്ങ്, ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം. പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ ഉത്തരങ്ങൾ ഒരു മെഷീൻ്റെ കോഡിനുള്ളിൽ ഒതുക്കാൻ കഴിയുമോ? കാത്തിരുന്നു കാണാം.